നമസ്കാരം. എത്ര ശ്രമിച്ചിട്ടും ഹമാസിനെ വീഴ്ത്താൻ കഴിയാതെ ആകെ നിരാശയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇനി പഴയ തന്ത്രത്തിൽ ഉറച്ചു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. എന്നാൽ ഇസ്രായേലിന്റെ ഈ നീക്കത്തെ അത്ര പുതിയതെന്ന് പറയുവാനും സാധിക്കില്ല. കാരണം ഈ തന്ത്രമൊക്കെ അമേരിക്ക പയറ്റി ഒരിക്കൽ തരിപ്പണമായതാണ്. ഇനി എന്താണ് ഇസ്രായേലിന്റെ പുതിയ നയം എന്നല്ലേ, അല്ലെങ്കിൽ പുതിയ തന്ത്രം എന്നറിയണ്ടേ? അതായത് ഹമാസിനെതിരെ ഗാസയിൽ മറ്റൊരു സായുധ വിഭാഗത്തെ വളർത്തുക എന്നതാണ് തന്ത്രം. ഇവർക്ക് വെള്ളവും വളവും നൽകി ഹമാസിനെ തടയാനാണ് ഇസ്രായേലിന്റെ ശ്രമവും. കാരണം കഴിഞ്ഞ 2 വർഷത്തോളം ശക്തമായ ആക്രമണം നടത്തിയിട്ടും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഉപരോധം ചുമത്തിയിട്ടും ഹമാസിനെ വീഴ്ത്താൻ കഴിയാത്ത ഇസ്രായേൽ പുതിയ അടവ് പയറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ തന്ത്രം വലിയ തിരിച്ചടിയാകുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പയറ്റി പരാജയപ്പെട്ട തന്ത്രമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ ഒത്താശ ലഭിച്ചതോടെ ഗാസയിൽ പുതിയ സംഘം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ നേതാവ് ഹമാസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫോഴ്സ് എന്ന സംഘമാണ് ഗാസയിൽ ഹമാസിനെതിരെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. യാസിർ അബു ഷാബാബ് എന്നാണ് സംഘത്തലവന്റെ പേര്. 300 പേർ ഇവർക്കൊപ്പമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ തടഞ്ഞ് ഇവർ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഗാസയിലേക്ക് വിദേശത്തു നിന്നും വരുന്ന സഹായ വസ്തുക്കൾ പരിശോധിക്കുന്നതും കൊണ്ടുപോകുന്നതും ഈ സംഘമാണ്. ഗാസയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി GCC രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വൻതോതിലുള്ള സഹായം എത്തുന്നുണ്ട്. ഇത് ഗാസയിലേക്ക് കൊണ്ടുവരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ അനുമതി നൽകിയത്. എന്നാൽ എത്തുന്ന വസ്തുക്കൾ പോപ്പുലർ ഫോഴ്സ് തട്ടിയെടുക്കുകയാണ്. ഇതിന് ഇസ്രായേൽ സൈന്യം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. കിഴക്കൻ റഫ കേന്ദ്രീകരിച്ച് യാസിർ അബു ഷബാബിന്റെ പ്രവർത്തനം. ഇവരെ ഇസ്രായേൽ സഹായിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിക്കുകയും ചെയ്തു. ഹമാസ് ഭരണം നടത്തുന്നതിന് പകരം യുദ്ധത്തിനു ശേഷം ഈ സംഘത്തിന് ഭരണം കൊടുക്കാമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. മാത്രമല്ല ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. AK-47 റൈഫിളുകളാണ് അബു ഷബാബിന്റെ സംഘത്തിലുള്ളവരുടെ കൈവശമുള്ളത്. ഹമാസിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിടിച്ച ആയുധങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ടത്രേ. ഇസ്രായേൽ സൈന്യത്തോടൊപ്പം ഇവർ ചില മേഖലകൾ പരിശോധന നടത്തുകയും വാഹനങ്ങൾക്ക് അകമ്പടി പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഗാസയെ മറ്റൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നാണ് രാജ്യാന്തര സഹായ സംഘങ്ങളും UN ഉദ്യോഗസ്ഥരും ആശങ്കപ്പെടുന്നത്. ഗാസയിലെത്തുന്ന സഹായ വസ്തുക്കൾ അബു ഷബാബിന്റെ സംഘം കൊള്ളയടിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധന കഴിഞ്ഞെത്തുന്ന വസ്തുക്കൾ ഇവരുടെ കൈകളിലാണ് എത്തുന്നത്. സഹായ വസ്തുക്കൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് സന്നദ്ധ സംഘടനകൾ ഉയർത്തുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് അബു ഷബാബിന്റെ വിശദീകരണവും. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അധിനിവേശം നടത്തി സോവിയറ്റ് യൂണിയന്റെ സൈന്യത്തെ പരാജയപ്പെടുത്താൻ അമേരിക്ക പ്രാദേശിക സംഘങ്ങൾ ഉണ്ടാക്കിയ ആയുധങ്ങൾ നൽകിയിരുന്നു. ഈ സംഘങ്ങളുടെ കൂടെ സഹകരണത്തോടെയാണ് പിന്നീട് താലിബാൻ രൂപീകരിക്കപ്പെട്ടതെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. താലിബാൻ പിന്നീട് അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. സമാനമായ നീക്കം ഗാസയിൽ ഇസ്രായേൽ നടത്തുമ്പോൾ ആഭ്യന്തര യുദ്ധം ശക്തിപ്പെടുമോ എന്ന ആശങ്കയും ബാക്കിയാവുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച